ഇന്ന് ലോക അൽഷൈമേഴ്സ് ദിനമാണ്. അൽഷൈമേഴ്സ് ഉൾപ്പെടെയുള്ള മറവി രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. തലച്ചോറിലെ നാഡീകോശങ്ങൾ നശിക്കുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന രോഗമാണ് അൽഷൈമേഴ്സ്. നാഡീകോശങ്ങൾ നശിച്ചാൽ പിന്നീടതിനെ പുനരുജ്ജീവിപ്പിക്കാനാവില്ല. അതുകൊണ്ടുതന്നെ അൽഷൈമേഴ്സ് രോഗത്തിന് പൂർണ്ണമായി ഒരു ചികിത്സ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 2030 മറവി രോഗം ബാധിച്ചവരുടെ എണ്ണം 7.8 കോടി കടക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഓരോ 3 സെക്കൻഡിലും ഒരാൾക്ക് വീതം മറവി രോഗം ബാധിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇവരിൽ ഭൂരിഭാഗവും വികസ്വര അവികസിത രാജ്യങ്ങളിലാണ്. സാമ്പത്തിക രംഗത്ത് $1.3 ട്രില്യൺ ബാധ്യതയാണ് മറവി രോഗം മൂലമുണ്ടാകുന്നത്. ഇന്ത്യയിലെ മറവി രോഗബാധിതരിൽ 90% രോഗം കണ്ടുപിടിക്കപ്പെടുന്നില്ല. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, സാമൂഹികമായ ഉൾവലിയൽ, മോശം ഉറക്കക്രമം തുടങ്ങിയവയാണ് അൽഷൈമേഴ്സിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ക്രമേണ ഓർമ്മ നശിക്കൽ, വിഭ്രാന്തി, മതിഭ്രമം എന്നിവയിലേക്കെത്താം. ചിലരിൽ ചലനശേഷിയും കാഴ്ച കേൾവിശക്തിയും വരെ ബാധിക്കാം. മരണസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആരോഗ്യകരമായ ജീവിതശൈലിയുടെ അൽഷൈമേഴ്സ് തടയാനുള്ള മുൻകരുതലുകൾ എടുക്കലാണ് പ്രാഥമികമായി നമുക്ക് ചെയ്യാനാവുന്നത്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും മതിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്നതിലൂടെയും അൽഷൈമേഴ്സിന്റെ ആഘാതത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാം. ഡിമെൻഷ്യയെപ്പറ്റി ചോദിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനത്തിന്റെ പ്രമേയം.